നമസ്കാരം, ഏവർക്കും എജുവിനിന്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട 200-ലധികം ചോദ്യങ്ങളുമായാണ് എജുവിൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എജുവിൻ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു 2 രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം സൗത്ത് കൊറിയ, കോങ്കോ. അടുത്ത ചോദ്യം, എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം മഹാത്മാഗാന്ധി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരൻ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഉത്തരം സുബേദാർ. അടുത്ത ചോദ്യം, ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്, എവിടെ നിന്ന്? ഉത്തരം 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. അടുത്ത ചോദ്യം, ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി നടന്ന വർഷം, ദിവസം ഏതാണ്? ഉത്തരം 1921 നവംബർ 10. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉലക്കുവാൻ പര്യാപ്തമായ കലാപം ഏതായിരുന്നു? ഉത്തരം 1946 നാവിക കലാപം. അടുത്ത ചോദ്യം, ഇന്ത്യയെ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്തത് 11ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. അടുത്ത ചോദ്യം, ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആരാണ്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായ ഉദ്ധം സിംഗ്. 13ാമത്തെ ചോദ്യം, അഖിലേന്ത്യ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം മഹാത്മാഗാന്ധി. 14ാമത്തെ ചോദ്യം, ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് എന്താണ്? ഉത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. അടുത്തത് 15ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ബോംബെ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്ര ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം അദ്ദേഹത്തിന്റെ 61ാം വയസ്സിൽ. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ്? ഉത്തരം അൽ ഹിലാൽ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം വാർധാ പദ്ധതി. അടുത്ത ചോദ്യം, ഗാന്ധിജി വാർധയിൽ വിളിച്ചുകൂട്ടിയ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സക്കീർ ഹുസൈൻ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. അടുത്ത ചോദ്യം, ലോക സമാധാന സംഘടനയായ UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഉത്തരം മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരാണ്? ഉത്തരം KPR ഗോപാലൻ. അടുത്തത് 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏതാണ്? ഉത്തരം ഭാരതരത്നം. അടുത്ത ചോദ്യം, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര്? ഉത്തരം അരവിന്ദോ ഘോഷ്. 26ാമത്തെ ചോദ്യം, വേക്കപ്പ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ആനി ബസന്റ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി
തന്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണക്കായാണ്? ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മക്കായി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? ഉത്തരം സരോജിനി നായിഡു. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം പിംഗലി വെങ്കയ്യ. അടുത്ത ചോദ്യം, കുച്ചിപ്പുടി എന്ന നൃത്തരൂപം പിറവികൊണ്ട സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം നാനാ സാഹിബ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹം നയിച്ചതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതാര്? ഉത്തരം വില്യം ജോൺസ്. അടുത്ത ചോദ്യം, ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ഉത്തരം ബംഗാൾ വിഭജനം. അടുത്തത് ഒരു ഉദ്ധരണിയാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം? ഉത്തരം വാഗൺ ട്രാജഡി 1921 നവംബറിൽ നടന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു? ഉത്തരം 1930 ജനുവരി 26. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധ സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? ഉത്തരം സിറാജുദ്ദൌള. അടുത്ത ചോദ്യം, ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. അടുത്ത ചോദ്യം, ദണ്ഡി യാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് എന്ന്? 1948 ജൂലൈ 17. അടുത്ത ചോദ്യം, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം, ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഒന്നാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. രണ്ടാമത്തെ ചോദ്യവും ഉത്തരവും, 1939 ഗാന്ധിജിയുടെ പ്രതിനിധിയായ ആരെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് 2ാം തവണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായത്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ജവഹർലാൽ നെഹ്റുവിന്റെ അനുജത്തിമാർ ആരെല്ലാം? വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണഹട്ടി സിംഗും. അടുത്ത ചോദ്യം, എന്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികൾ ആണെന്ന് തെളിയും, ആര് പറഞ്ഞതാണിത്? ഉത്തരം ലാലാ ലജ്പത് റായ്. അടുത്ത ചോദ്യം, ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നീ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. അടുത്ത ചോദ്യം, ലോക് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, ദേശ് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 10ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച ഒരു വൈസ്രോയ് ഉണ്ടായിരുന്നു. ആരാണത്? ഉത്തരം ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. 15ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട സമുന്നതനായ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, മര്യാദ, ലീഡർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനാണ് മഹാമാന എന്നറിയപ്പെട്ടത്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്ന വനിത ആരാണ്? ഉത്തരം സോണിയാഗാന്ധി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സംസാരിച്ച വനിത എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ആരായിരുന്നു? ഉത്തരം കാദംബിനി ഗാംഗുലി. 20ാമത്തെ ചോദ്യം, ഇൻകുലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. അടുത്തത് 21ാമത്തെ ചോദ്യം, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഓർമ്മക്കാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത്? ഉത്തരം 1916 ലക്നൌ സമ്മേളനത്തിൽ. അടുത്ത ചോദ്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം അരവിന്ദ് ഘോഷ്. 25ാമത്തെയും അവസാനത്തെയും ചോദ്യം, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെ വിശേഷിപ്പിച്ചു? ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ. ഏത് വർഷം അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷനായത്? ഉത്തരം 1897. രണ്ടാമത്തെ ചോദ്യം, 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഏക വിദേശി ആരാണ്? ഉത്തരം സർ വില്യം വെഡർബേൺ. 1889 ബോംബെ സമ്മേളനത്തിലും 1910 അലഹബാദ് സമ്മേളനത്തിലുമാണ് ഇദ്ദേഹം അധ്യക്ഷനായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് സരോജിനി നായിഡു അധ്യക്ഷ പദം വഹിച്ചത്? ഉത്തരം 1925 കാൺപൂർ സമ്മേളനത്തിൽ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. എൻ്റെ അമ്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം ഭഗവത്ഗീത. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഉത്തരം സുബ്ബറാവു. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. 1939 ഗാന്ധിജിയുടെ പ്രതിനിധിയായ ആരെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് 2ാം തവണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായത്? ഉത്തരം പട്ടാഭി സീതാരാമയ്യ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത നെഹ്റുവിൻ്റെ അനുജത്തിമാർ ആരെല്ലാം? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റും കൃഷ്ണ ഹട്ടി സിംഗും. അടുത്ത ചോദ്യം, എന്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും ആര് പറഞ്ഞതാണിത്? ഉത്തരം ലാലാ ലജ്പത് റായ്.
ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നീ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. അടുത്ത ചോദ്യം, ലോക് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, ദേശ് നായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിനു മുമ്പ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഡെഫ്രൻ പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ട സമുന്നതനായ മിതവാദി നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, മര്യാദ, ലീഡർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനാണ് മഹാമാന എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വനിത ആരാണ്? ഉത്തരം സോണിയാഗാന്ധി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സംസാരിച്ച വനിത എന്ന ഖ്യാതി 1890 സ്വന്തമാക്കിയത് ആരായിരുന്നു? ഉത്തരം കാദംബിനി ഗാംഗുലി. അടുത്ത ചോദ്യം, ഇൻകുലാബ് സിന്ദാബാദ് അഥവാ വിപ്ലവം ജയിക്കട്ടെ എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, ഇൻകുലാബ് സിന്ദാബാദ് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിജിയെ കണ്ടത്? ഉത്തരം 1916 ലക്നൌ സമ്മേളനത്തിൽ. അടുത്ത ചോദ്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ജീവശ്വാസം ആണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം അരവിന്ദ് ഘോഷ്. അടുത്ത ചോദ്യം, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെ വിശേഷിപ്പിച്ചു? ഉത്തരം ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ പങ്കെടുക്കുകയും ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം സി കൃഷ്ണൻ നായർ. അടുത്ത ചോദ്യം, മഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ. അടുത്ത ചോദ്യം, ദണ്ഡിയാത്രയിൽ സമരഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതങ്ങളിൽ ഒന്നായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയുടെ പേര് എന്താണ്? ഉത്തരം നരസിംഹ മേത്ത. അടുത്ത ചോദ്യം, ഹിന്ദു സ്വരാജ് ആരുടെ പുസ്തകമാണ്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, 1915 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ഉത്തരം ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ഉത്തരം 1919 മുതൽ 1947 വരെ. അടുത്ത ചോദ്യം, ഇത്തരത്തിൽ മജ്ജയും മാംസയുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയെ പറ്റി പറഞ്ഞത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്ത്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഏതാണ്? ഉത്തരം 1869. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്ത്? ഉത്തരം പുത്ലി ഭായ്. അടുത്ത ചോദ്യം, ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചത് ഏത് വർഷം?
1883 അദ്ദേഹത്തിന്റെ 14-ാം വയസ്സിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജി കേരളത്തിൽ എത്ര തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്? ഉത്തരം 5 തവണ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഏത് ദിവസമാണ്? ഉത്തരം 1920 ഓഗസ്റ്റ് 18. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജി അവസാനമായി കേരളത്തിലെത്തിയത് എന്നാണ്? 1937 ജനുവരി 13. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി മരിച്ചത് ഏത് ദിവസം? അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം 1948 ജനുവരി 30 രാജ്ഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 2020 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? 74. രണ്ടാമത്തെ ചോദ്യം, 2020 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എത്ര വർഷമായി? 73 വർഷം, അഥവാ 73rd ആനിവേഴ്സറിയാണ് ഇപ്പോഴത്തേത്. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം ഏത് ദിവസം? 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗളി വെങ്കയ്യ. ആന്ധ്രക്കാരനായ പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായികയായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. എട്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം മീററ്റ്. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. അടുത്തത് 10ാമത്തെ ചോദ്യം, ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ജനറൽ ഡയർ. 11ാമത്തെ ചോദ്യം, കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം A.O. ഹ്യൂം. 12ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന ആസാദ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമജ്ഞൻ ആരായിരുന്നു? ഉത്തരം സിറിൽ റാഡ്ക്ലിഫ്. അടുത്ത ചോദ്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 16ാമത്തെ ചോദ്യം, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാര്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും, ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണിത്? ഉത്തരം ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ വാക്കുകൾ. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാബായ് നവറോജി. 19ാമത്തെ ചോദ്യം, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സരോജിനി നായിഡു. വെൻ ഡിഡ് ഇന്ത്യ ബിക്കം ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി? ആൻസർ 1947 ഓഗസ്റ്റ് 15. Second question, which day is observed as the Republic Day of India? Answer 26th January. Third question, who became the first Prime Minister of India after independence? Answer Jawaharlal Nehru. Question number 4, where did Jawaharlal Nehru raise the national flag of India on 15th August 1947? Answer Red Fort. Fifth question, who is known as the
father of India? Answer: Mahatma Gandhi. Mahatma Gandhi is known as the father of India. Sixth question: in which year was the Indian National Congress was formed? Answer: 1885. Seventh question: who is known as Iron Man of India? Seventh answer: Sardar Vallabhbhai Patel. Sardar Vallabhbhai Patel is known as the Iron Man of India. Eighth question: who founded the Indian National Army? Answer: Subhash Chandra Bose. Subhash Chandra Bose founded the Indian National Army. Ninth question: who led the Salt March from Ahmedabad to Dundee? Answer: Mahatma Gandhi. 10th question: who was the British Governor General to rule India? He was the last British Governor General of India. Answer: Lord Mountbatten. 11th question: who wrote the India's national anthem? Who wrote the India's national anthem? Answer: Rabindranath Tagore. Rabindranath Tagore wrote the Indian national anthem. 12th question: what is the national motto of India? Answer: Satyameva Jayate was the national motto of India. 13th question: on which day did India adopt its constitution? Answer: 26th January 1950. 14th question: who was the second Prime Minister of India after independence? Answer: Lal Bahadur Shastri. Lal Bahadur Shastri was the second Prime Minister of India. 15th question: who gave the slogan "Give me blood and I shall give you freedom"? Answer: Subhash Chandra Bose. Next, 16th question: what does the blue wheel that appears in the Indian national flag stand for? Answer: the blue wheel stands for law of justice. The wheel of law of justice. 17th question: who was the first to describe the mutiny of 1857 as the first war of independence? Answer: Savarkar. Vinayak Samodar Savarkar. 18th question: the Congress is in reality a civil war without arms. Who said this? Answer: Sir Syed Ahmad Khan. 19th question: which leader died on the day of the non-cooperation movement was launched in 1920? Answer: Bal Gangadhar Tilak. Next, 20th question: which year onwards Gandhi Jayanti is celebrated as International Non-Violence Day? United Nations Organization started Gandhi Jayanti is celebrated as International Non-Violence Day. Answer: 2007. 2007 onwards United Nations Organization started Gandhi Jayanti is International Non-Violence Day. 21st question: who is the founder of Ghadar Party? Who is the founder of Ghadar Party? Answer: Lala Hardayal. Lala Hardayal is known as the founder of Ghadar Party. Next, 22nd question: who set up the Indian Independence League? Who set up the Indian Independence League? Answer: Rash Bihari Bose.
Ras Bihari Bose set up the Indian Independence League. Next, 23rd question. Who was the Bal in Lal Bal Pal? Options: Lala Lajpat Roy, Bal Gangadhar Tilak, Bipin Chandra Pal. Who was the Bal? Answer: Bal Gangadhar Tilak. Bal Gangadhar Tilak was known as the Bal in Lal Bal Pal. Next, 24th question. What is the nickname of English East India Company? What is the nickname of English East India Company? Answer: John Company. 25th and last question. Who wrote the book The Origin of the Indian National Congress? Who wrote the book The Origin of the Indian National Congress? Answer: പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത് ഏത് ദിവസം? ഉത്തരം 1950 ജനുവരി 24. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ അംഗീകരിച്ചത് ഏത് ദിവസം? 1950 ജനുവരി 24. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് ഏത് ദിവസം? ഉത്തരം 1950 ജനുവരി 26. നാലാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തമായി വിശേഷിപ്പിക്കാറുള്ളത് ഏത് നൃത്തരൂപത്തെയാണ്? ഉത്തരം ഭരതനാട്യം. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഭരതനാട്യത്തെയാണ് ദേശീയ നൃത്തരൂപമായി വിശേഷിപ്പിക്കാറുള്ളത്. ചലിക്കുന്ന കാവ്യം എന്നാണ് ഭരതനാട്യം അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? മാങ്ങ. മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. മാൻഡിഫെറ ഇൻഡിക്ക എന്നതാണ് മാവിന്റെ ശാസ്ത്രീയ നാമം. ആറാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് ഏത് ദിവസം? ഉത്തരം 2008 നവംബർ 4. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ താമര ദേശീയ പുഷ്പമായ മറ്റൊരു രാജ്യമുണ്ട്. അതേതാണ്? ഉത്തരം വിയറ്റ്നാം. എട്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? അരയാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. അടുത്തത് 9ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നത് ഏത് കളിയാണ്? ഉത്തരം ഹോക്കി. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്നത് ഏത്? ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അറിയപ്പെടുന്നത്. 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത്. കുഷാന രാജാവായിരുന്ന കനിഷ്കനാണ് AD 78 ശകവർഷം തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. അടുത്ത ചോദ്യം. 2020 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? ഉത്തരം 74. അടുത്ത ചോദ്യം. 2020 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എത്ര വർഷമായി? ഉത്തരം 73. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം, ഏത് ദിവസം, ഏത് ആഴ്ച? ഉത്തരം 1947 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ത്രിവർണ പതാക നിർമ്മിച്ചത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22 ആന്ധ്ര സ്വദേശിയായ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. എട്ടാമത്തെ ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം മീററ്റ്. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം ജനറൽ ഡയർ. അടുത്ത ചോദ്യം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? ഉത്തരം A.O. ഹ്യൂം. ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന ആസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ ആണ് ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമജ്ഞൻ ആരാണ്? ഉത്തരം സിറിൽ റാഡ്ക്ലിഫ്. അടുത്ത ചോദ്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞതാര്? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ഗാന്ധിജി ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. അടുത്ത ചോദ്യം, എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും. ആരെ കുറിച്ച് പറഞ്ഞതാണിത്? ഗാന്ധിജി നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞതാണിത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. അടുത്ത ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. അടുത്ത ചോദ്യം, ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കൂ, ഞാനൊരു ഭാരതീയനാണ്, ഓരോ ഭാരതീയനും എന്റെ സഹോദരനാണ് എന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടൂ എന്ന് പറഞ്ഞതാര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. അടുത്ത ചോദ്യം, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ടി പ്രകാശം. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ധീരത, ത്യാഗം. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിന്റെ പ്രതീകമാണ്? ഉത്തരം സത്യം, സമാധാനം. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം സമൃദ്ധിയും ഫലഭൂയിഷ്ടിയും. അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ അശോക ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ധർമ്മം. അടുത്ത ചോദ്യം, ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം വെക്സിലോളജി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി വിദേശത്ത് ഇന്ത്യക്ക് വേണ്ടി ഉയർത്തിയത് ആരാണ്? ഉത്തരം മേഡം ബിക്കാജി കാമ. ജർമ്മനിയിലാണ് മേഡം ബിക്കാജി കാമ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുടെ അതേ നിറങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതെല്ലാം? ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദേശീയ പതാകക്ക് ഇന്ത്യൻ ദേശീയ പതാകയുടെ സമാന നിറങ്ങളാണ്. ഉത്തരം നൈജർ, ഐവറി കോസ്റ്റ് എന്നീ 2 രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആനി ബസന്റ്. ആനി ബസന്റ് വിദേശിയാണ്. എന്നാൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. അടുത്ത ചോദ്യം, ബ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധിയെ. അടുത്ത ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്.